ഹലോ ഗൈസ്, ഇന്നെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധ്യത ഗൈസ്. ഓക്കെ, ഗ്രാഫിക്സ് ഓക്കെ, നമുക്കെന്തായാലും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സാധ്യത അല്ലേ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് എൻ്റെ ചേട്ടൻ വിളിച്ചാണ് എൻ്റെ വീട്ടിലോട്ട് വരാമോ, നമുക്കിവിടെ അടിച്ച് പൊളിക്കുകയെന്ന് പറഞ്ഞ് 2 ദിവസം ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഓക്കെ, ചേട്ടൻ കുറേ വീട് മേടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് ഗേറ്റാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നേരെ പോയി ചേട്ടത്തോട്ട് ഇരിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നേരെ പോയിട്ട് വളത്തോട്ടിരിക്കുക. വളത്തോട്ട് നോക്കിയത് റൈറ്റല്ലേ, ആ റൈറ്റിലോട്ട് തിരിക്കാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് കാണാൻ പറ്റൂട്. ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് ഇടത്തോട്ട് താട്ട് ഗൈസ്, അവിടെ എല്ലാ വീട് കാണാമോ? അതെൻ്റെ പണ്ടത്തെ ഫ്രണ്ടിൻ്റെ വീടാണ്. ഓക്കെ, അത് എൻ്റെ ഫ്രണ്ടിൻ്റെ പണ്ടത്തെ വീടാണ്. ഓക്കെ, ഇപ്പം ചേട്ടൻ പുതിയ വീട് മേടിച്ചാൽ പറഞ്ഞേ. ഇതാണ് ലൊക്കേഷൻ പറഞ്ഞേ. ചേട്ടൻ്റെ വീട് കൊള്ളാലോ, ഓട്ടോമാറ്റിക് ഗേറ്റാണെന്നാ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഗൈസ്, ഓട്ടോമാറ്റിക് ഗേറ്റാണല്ലോ. ഓക്കെ, കൊള്ളാം എന്നാലും. ഓക്കെ ചേട്ടാ, ഞാൻ വന്നടാ. ശബ്ദം കേൾക്കണേ. അവൻ നിൽക്കുന്നു. ഇടോ കുഴപ്പമുണ്ടോടോ? ഇല്ലടാ, നീ എന്താ ഇവിടെ? കൊള്ളാലോ നിന്റെ വീട്. എടാ, ഗേറ്റൊന്നും കൊണ്ട് വണ്ടി ആരെങ്കിലും വെക്കുവാണോ? അത് പറഞ്ഞ ശരിയാണ്, ഗേറ്റിൽ നിന്ന് വണ്ടി മാറ്റാടാ ഞാൻ. ഓക്കെ, എന്താ ഞാൻ വീട്ടിലോട്ട് കയറട്ടെ, നീ വണ്ടി കെട്ടിയിട്ട് വാ. ഓക്കെ, ശരി. ഞാൻ മേലോട്ട് പോട്ടെ. ഓക്കെ, ചേട്ടൻ വണ്ടി മാറ്റിയിടാനൊന്നും പറഞ്ഞിട്ടുള്ളേ. ഈ ഗേറ്റിന് മുമ്പിലിട്ട ഗേറ്റ് അടയിട്ട് പോകുന്നില്ല, അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നടന്നാളെ ഗേറ്റ് തുറക്കും. ഓക്കെ, ചേട്ടൻ്റെ വീട് കൊള്ളാമല്ലോ. ഓക്കെ, ഇവിടെ നിർത്തില്ല. എന്നാ ഞാൻ വന്നടാ, വണ്ടി കേട്ട് ഇട്ടുണ്ട്. ഓക്കെ, നോക്കട്ടെ, വണ്ടി വീട്ടിലോട്ട് കയറാം. ചേട്ടൻ്റെ വീട് കൊള്ളാലോ ഏട്ടാ, കൊള്ളാലോ. കൊള്ളല്ലേ, ഞാൻ കൊള്ളാം. ചേട്ടൻ എവിടെ? എൻ്റെ ബെഡ്റൂമിൽ. ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് വളത്തോട്ടില്ല, ഇടത്തോട്ടേക്ക്. അവിടെ ചേട്ടൻ കിടക്കുന്നു. ചേട്ടാ എനിക്ക് ചേട്ടാ. നീയോ? ഞാൻ ദിവസം പാർക്കിങ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ മേലോട്ട് കൊണ്ട് കിടന്നിടാടാ, നീ വരുമെന്ന് വിചാരിച്ചു. താഴെ വണ്ടി പാർക്ക് ചെയ്യാനോട് പറഞ്ഞില്ലേ, എന്നിട്ട് മേലെ വേണം ചുവോട്ട് കിടന്നോളാം. ഞാൻ അപ്പോഴത്തേക്ക് ബൈക്ക് പോയി. ആണോടാ, ഇത് കുഴപ്പമില്ല. ഓക്കെ, എടാ വാടാ. ഓക്കെ, താഴോട്ട് പോവാം. സെറ്റൊക്കെ വരും. ബാക്കിലുണ്ടേ. വാ, ഇവിടെ ഇത് ചായ കുടിക്കാം. ഓക്കെ, ചേട്ടൻ നാളെ പോയിട്ടുണ്ട്. ചേട്ടൻ്റെ കൂടെ ചായ കുടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ചേട്ടൻ, താണ്ട ചേട്ടാ. അയ്യാ, നടു ഒടിഞ്ഞേ. ഇതാ ചേട്ടൻ. ഓക്കെ, ഞാൻ ഇവിടെ ഇരുന്ന് ചായ കുടിക്കട്ടെ. ഓക്കെ, ചേട്ടാ കൊള്ളാം ചേട്ടാ ചായ. ഓക്കെ, ചായ കുടിച്ചിരിക്കും. ചേട്ടാ, ഓക്കെ, ചായ കുടിച്ചോണ്ട് നിങ്ങൾ കാര്യം പറഞ്ഞില്ല. ആ കാര്യമൊക്കെ പറഞ്ഞു. ആടാ, നീ പറഞ്ഞാൽ ശരിയാണോ? നീ കട പറ. പണ്ട് കൊണ്ടേ എനിക്ക് വീടുണ്ടല്ലോ പണ്ട്. നിൻ്റെ വീട് അല്ലേ, മറ്റേ മഞ്ഞ വീടല്ലേ? എന്നത്തേക്ക് ഞാൻ പുതിയ വീടെടുത്തപ്പോൾ നിനക്കാത്തല്ലേ, പിന്നല്ലേ നീ വീടെടുത്തേ? ഒരു പണ്ട് എനിക്ക് ആ വീടല്ല, എല്ലാ വീട് അത് എനിക്ക് തട്ടല്ലേ. എല്ലാ വീട്ടിൽ പണ്ട് ഒരു പ്രേതമുണ്ട്. പ്രേതമോ? അത് ചിലപ്പോഴേ ഇപ്പോഴും കാണാനും സാധ്യത ഉണ്ടായി. പിന്നെ ഞാനെടുത്ത് പറഞ്ഞില്ലാണല്ലോ. അങ്ങനെ പണ്ട് പേരുണ്ടല്ലോ. ഇപ്പോഴോട്ട് സെൻസ് ഉണ്ടാക്കി ചേട്ടാ. ഓക്കെ അല്ലേ, നമുക്ക് വീട്ടിലോട്ട് പോയി. എനിക്ക് പേടിയുള്ളൂ. വണ്ടിയെ കയറും. ഓക്കെ, എൻ്റെ വണ്ടിയൊക്കെ തൊട്ട വണ്ടിയൊക്കെ ആയിരുന്നേ. ഓക്കെ, പുതിയ കാറിനെ വിളിക്കണമല്ലോ. അതെന്തുകൊണ്ട് നീ എങ്ങനെ ചോദിച്ചേ?
തടിക്കാർ പൊട്ടി തളിക്ക് നശിച്ചു പോയി. എന്നാലും കുഴപ്പമില്ല, ഈ വണ്ടി എടുക്കല്ലേ. ടയർ കുടുങ്ങിയ ഓക്കെ, ടയർ കുടങ്ങി പോയി. ഓക്കെ, നമുക്ക് വണ്ടിയിൽ കയറാം. ഇവിടെ ഫ്രണ്ടിൽ കയറാം. ഞാൻ കയറി. ആ കയറിയല്ലോ. നമുക്ക് വിടാവേ ഓടും. ഓക്കെ, ആ വീട്ടിൽ പ്രേരമുണ്ടോ? വീട്ടിൽ നിന്റെ ഡോറടക്കണം. ഓക്കെ, അത്രേ ഗേറ്റ് തുറക്കത്തുള്ളല്ലേ. ആ വീട്ടിൽ പോയി നോക്കാം ഇനി ആ വീട്ടിൽ പ്രേരം ഉണ്ടോന്ന്. ഓക്കെ, ഓക്കെ, ഈ വീട്ടിലല്ലേ? ഓ, അത് ആ വീട്ടിൽ ഞാൻ താമസിച്ചപ്പോൾ ഇല്ലാടോ. നീ താമസിച്ചറിഞ്ഞിട്ട് പ്രേരം ഉണ്ടാകും. ഉണ്ടാണോടാ. ഓ അയ്യോ, നീ എന്താണ് ഒട്ടക്കിറങ്ങി പോയേ? കുഴപ്പമില്ലടാ. ഓക്കെ, വാടാ വാ. അയ്യോ, ബാക്കിലിട്ടോ ബുക്കോ. ഓക്കെ, ഈ വീട്ടിൽ പ്രേരം ഉണ്ടോന്ന് നോക്കാം. ഏത് നിമിഷവും പ്രേരം വരുവായിരിക്കും. ഓക്കെ, നോക്കാം ഗൈസ്. അയ്യോ അമ്മച്ചി, അയ്യോ പേടിച്ചു പോയി ഞാൻ. ഇതെന്തോ എടാ, കറണ്ട് പോയടാ. അയ്യോ അയ്യോ, കറണ്ട് പോയതാണ്. കറണ്ട് പോയതാടാ. ഈ വീട്ടിൽ പ്രേരം ഉണ്ടാക്കി പോയിനി. ഓ അറിയില്ലോ, ഈ വീട്ടിൽ പ്രേരം ഉണ്ടായിക്കൂടാ. അയ്യോ അയ്യോ, എടാ കറണ്ട് ഉണ്ടടാ. അയ്യോ വാടോ തോന്നിട്ടു. ഈ വീട്ടിൽ പ്രേരം ഉണ്ടോ സത്യത്തി? ആരെ ഇപ്പോഴേ ഉണ്ടാക്കിയാൽ പറഞ്ഞില്ലേ? വാട ഓടി കാറാ കയറാം. അയ്യോ, പ്രേരക്കാറാണെന്നോ. ഓക്കെ, പ്രേരം വീട്ടിലായത്. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞോടെ നിൻ്റെ വീട്ടിൽ താമസിക്കാം. വണ്ടി കയറണം. ഓ എപ്പോഴും കയറി ആ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ പ്രേരം സാഹചര്യം ഉണ്ടായിക്കോളാം. ഓ ഒരു നീ പറഞ്ഞ കറക്റ്റാണ്. നിൻ്റെ വീട്ടിൽ വരുമോ ഇനി? നീ പറഞ്ഞ എൻ്റെ വീട്ടിൽ താമസിക്കൂടല്ലേ? ആ എന്നിട്ട് കട്ടപ്പോ 2-3 ദിവസം നിൽക്കുവാണെന്നാ. പ്രേരമൊക്കെ പോകുമ്പോൾ നോക്കുമോ വീട്ടിൽ പോകണമെന്ന് ചോദിച്ചേ. ആ ആള് പ്രേരം അവിടെ തൊട്ട് നിൽക്കൂല്ലേ? എന്തൊക്കെയാണ് ഗേറ്റ് പറഞ്ഞില്ലല്ലോ. ഓക്കെ, വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നൈസ്ലി. ഓക്കെ ഓക്കെ, എടാ അയ്യോ അങ്ങനെ വീട്ടിൽ വിടും. എടാ നിൻ്റെ നിൻ്റെ വീടല്ലേ? ഓക്കെ, എന്നാൽ ഞാൻ പോയി കുറച്ച് ഉറങ്ങിയിട്ട് വരാവേ. അയ്യോ അയ്യോ വീട്. ഓക്കെ എടാ, ഞാൻ പോയി ഉറങ്ങിയിട്ട് വരാവേ. ശരിയടോ. ഓ എപ്പോഴും സ്റ്റെപ്പേര് വരും. എന്താ രാത്രി തുറക്കാത്തത്? ഒരു അയ്യോടോ രാത്രിയാടാ. അയ്യോ രാത്രി ആയാലോ. എടാ നമുക്കെന്നാ ഉറങ്ങിയാലോ? ഓ ഉറങ്ങൂ. ഓക്കെ നോക്കട്ടെ ഉറങ്ങാം. ആ ഇതെന്തൊക്കെയാ വീരുന്ന സ്റ്റെപ്പ് കയറുമ്പോൾ? ഞാൻ ചെയ്യുന്നതല്ല. നീ ചെയ്യുന്നതല്ലേ? എന്നാ നീ കയറി നോക്കടാ. ഓ ശരി. ഓ ഓ ഓ ഏതാ? അയ്യോ അയ്യോ, എടാ നീ പുറകെ കൊടുത്തോ? ഞാൻ ഒന്നും ചെയ്യില്ല. തന്നെ ഞാൻ തെന്നി വീണു. അയ്യോ ഓ ഏട്ടാ, അതില്ലെങ്കിൽ പറഞ്ഞ തന്നെ വീഴുവാണെന്ന്. അയ്യോ അയ്യോ എനിക്കത്. എടാ ചിലപ്പോൾ ഈ വീട്ടിൽ പ്രേരം ഉണ്ടാക്കി. അങ്ങനെ വരാൻ വരിയില്ല. ചിലപ്പോൾ തെറ്റുന്നതായിരിക്കും. ആ കിടക്കാടാ വാടാ കിടക്കാടാ. AC ഇട്ടേതാ കുറച്ച് നേരം. ഈ കാര്യമുണ്ടോ? ശബ്ദം കേട്ടെ. ഫാനൊന്നും ഓണല്ലല്ലോ. എന്ത് പറ്റി?
ഇവിടെ കിടന്നവൻ എവിടെ പോയി? ഡാ, ഇവിടെ AC ഓണായി കിടക്കുക. ഫാൻ ഓണായി വെച്ചത്തല്ലേ നമ്മൾ ഉറങ്ങിയിട്ട്. ഇപ്പം ഫാൻ ഓഫായി കിടക്കുക. ഇവിടെ അവനെ കാണുന്നുമില്ല. താഴെ ശബ്ദം കേട്ടു. AC നിർത്തിയിട്ടോ? AC നിർത്തിയിട്ടവൻ്റെ. ഓക്കെ, റിമോട്ട് എൻ്റെ കയ്യിലുണ്ട്, അത് ഓഫാക്കിയിട്ടുണ്ട്. ഓക്കെ, റിമോട്ട് പോയെങ്കിൽ കുഴപ്പമില്ല. ഇത് ഫ്രണ്ട് എവിടെയാണ്? ഫ്രണ്ട് അല്ല, ഇവിടെ വീട്ടിൽ കിച്ചൺ ഇല്ലല്ലോ. ഇവിടെ വീട്ടിൽ കിച്ചൺ ഇല്ലാതെ എവിടുന്ന സൗണ്ട് വരുന്നേ? ഇവിടെ വീട്ടിൽ കിച്ചൺ ഇല്ലല്ലോ, പിന്നെ എവിടുന്ന സൗണ്ട് ഉണ്ട്? പിന്നെ കാറൊക്കെ ഇവിടെ കിടപ്പുണ്ട്, പിന്നെ എവിടുന്ന കിച്ചൺ സൗണ്ട് കേട്ടെ? അയ്യോ, ഇതേ നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും കള്ളന്മാര് കയറിയാണോ? പിന്നെ അവൻ എവിടെ പോയി? എടാ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കി വരി അവൻ. പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അവനില്ലല്ലോ. ഇതെവിടെ പോയി അവൻ? അവൻ എവിടെ പോയി? പിന്നെ അവൻ എവിടെ പോയി? പിന്നെ ഇവിടെ എവിടെയോ ചുറ്റത്ത് കാണുന്നില്ലല്ലോ. പിന്നെ എവിടെ പോയി? ചിലപ്പോൾ പ്രേതമായിക്കോ. അയ്യോ, ഞാൻ അങ്ങനെ ഇവിടെ വന്നു. ഞാൻ എൻ്റെ വീട്ടിലല്ലേ ഉറങ്ങിക്കൊണ്ടിരുന്നേ. ഞാൻ അങ്ങനെ ഇവിടെ വന്നു. അയ്യോ, ഞാൻ ഓടത്തെ. അയ്യോ അയ്യോ അമ്മച്ചി, ഞാൻ ഓടിപ്പോട്ടെ. അയ്യോ, അതോ കിഡ്നാപ്പ് ചെയ്ത. അയ്യോ, എന്നാൽ പിന്നെ ഞാൻ പ്രേരം വീട്ടിലാണ് വന്നത്. അയ്യോ, വീടവിടെ പോയി. അയ്യോ, തെറ്റിപ്പോയി വഴി. അയ്യോ, ഫുള്ള് കൺഫ്യൂഷനായിരുന്നു. അയ്യോ, ഓക്കെ. അയ്യോ, വീടെവിടെ? അയ്യോ, വീടെവിടെ പോയി? എൻ്റെ കഷ്ടമാണ്. അയ്യോ, അധികം രസിക്കണേ. അയ്യോ, ഈ വഴിയിലൂടെ പോയി നോക്കാം. അട്ടാടെ വീട്. അയ്യോ, ഓടത്ത്. എടാ, നീ എവിടെന്നാണ് പറഞ്ഞേ? എടോ, ഞാൻ കണ്ണൂർ നോക്കുമ്പോ നീ പറഞ്ഞ പ്രേരം വീട്ടുന്ന സ്ഥലത്ത്. ചുമ്മാ പറ്റിക്കാനാണ്. ഇവിടെ ഞാൻ ഉറങ്ങിയപ്പോ നീ എന്നോട് പറയാതെ ട്രിപ്പ് പോയിട്ട് നീ തിരിച്ചു കളത്രം പറയുന്നതല്ലേടാ? അല്ലാടാ, സത്യത്തുണ്ട്. നോക്കിയപ്പോളേ ഞാൻ കണ്ണൂർ നോക്കുമ്പോ എൻ്റെ വീട്ടിലല്ല. ഞാൻ നീ പറഞ്ഞ പ്രേരം വീട്ടിലാണ് ഞാൻ കിടന്നത്. അങ്ങനെ പിന്നെ വഴിയില്ലല്ലോ. എന്നാ വാടാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. വാടാ, എന്നാൽ നമുക്ക് കാറിൽ കയറി ആ വീട് വരെ പോയിട്ട് വരാം. വീട്ടിൽ എനിക്ക് ചിലപ്പോൾ പ്രേതമാണെന്ന് തോന്നുന്നു. എടാ, പേരിക്കാരടാ മരമണ്ട, അത് പ്രേതമൊന്നും അല്ല. ഓക്കെ, നമുക്കുണ്ടായാലും വരാം. ഓക്കെ, നമുക്ക് ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, വണ്ടി കയറണം. കാലിൽ അത്ര പോലും ഇല്ലല്ലോ. എടാ, നീ കയറിയോ? ഞാൻ എപ്പോഴേ കയറി. ഓക്കെ, നമുക്ക് വണ്ടി വിടാടാ. ഓക്കെ, നമുക്ക് വണ്ടി വിട്ടായേ ആ സ്ഥലത്തോട്ടോട്ട് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, നീ പറഞ്ഞത് തെറ്റാണോ കറക്റ്റാണോ എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും. ഓക്കെ? ശരിയാക്ക്. നീ സത്യമാണോ പറയണെങ്കിൽ അതോടെ എന്നാൽ നമുക്ക് പോയി നോക്കാനല്ലേ നമ്മൾ പോണത്. ഓക്കെ, ആ പറഞ്ഞ് വീട്ടിൽ കിട്ടി. അയ്യോ, നോക്കട്ടെ, ഇവിടെ എത്ര നിർത്താം. ഓക്കെ, ഇറങ്ങടാ. ഇറങ്ങി. ഈ വീട്ടിൽ ഞാൻ നേരത്തെ വന്നത് ഇവിടെ ഇനി ഈ പറഞ്ഞ പ്രേതം വീട്ടി ആണോ? ഈ വീട്ടിലോ? ഈ പരേടാത്തേക്കാറി ഈ വീട്ടിൽ വരുമോ? എൻ്റെ ഈശ്വര, ചിലപ്പോൾ ഇനി പ്രേതം വായിക്കുമോ? നോക്കാം ഗൈസ്. പേടിയാണല്ലോ, അന്ന് പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു. എവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു കുഴപ്പമില്ല. ഇതോടെ ദിവസം മണ്ടയ്ക്ക് ഇറങ്ങി ഞാൻ. മടക്കി താരോട് വേണോ? എടാ, ഞാൻ വരാടാ, നിക്കി. ഓക്കെ, താരോട്ട് പോവാ.
എന്നാ ഈ ഫൈനൽ തടിക്കത്തെ. ഓക്കെ ഫൈനൽ തന്നെ ഇത് എത്രയാണ്? ഓക്കെ നമുക്ക് താഴോട്ട് കാണാൻ പറ്റില്ല. ഓക്കെ നമുക്കൊരു ജെറ്റിനെ വിളിക്കണം. എടാ ഇപ്പം വരാടാ, ഞാൻ ഒരു ജെറ്റിനെ വിളിക്കട്ടെ. അയ്യോ വലിയ കാറാണ്. എന്തോടെ പുറത്തോ സൗണ്ട് കേട്ടെ. എടാ അത് ഞാൻ വിളിച്ചപ്പോൾ കാറാടാ വണ്ണ. ആരാടാ? ഓ മനുഷ്യനെ വലിയ പൊത്തിച്ചു പോലല്ലോ. എടാ ഞാൻ ജെറ്റ് വിളിച്ചു കേടാണ്. ഓക്കെ ബൈക്ക് ഇട്ടുകൊണ്ട് താഴോട്ട് പോവാ. എടാ ഞാൻ വരുന്നടാ. ശരി പോകുമ്പോ ഓക്കെ. അയ്യോ ഞാനേ വിളിച്ചപ്പോഴേ നമ്പർ മാറിയതാണ്. അതാണോ കാറ് വന്നേ. എടാ നീ വീടിൻ്റെ ഉള്ളിൽ നോക്കിക്കോ. നീ നോക്കാ കാറ് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറി. അയ്യോ എടാ ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് കാറ് കയറിയത്. ഓക്കെ ഇത് എന്തായി ബോംബ് വെച്ച് പൊട്ടിക്കും. എടാ ആ കാറിന് കത്തിച്ചതാ. അത് ഞാൻ വിളിച്ചപ്പോൾ നമ്പർ മാറിയതാ. നീ പറയുന്നു ഇതുവരെയായിട്ട് ഇവിടെ പ്രേതം വന്നില്ലല്ലോ. 12 മണി നോക്കട്ടെ എത്ര സമയം. ഓ അയ്യോ 2 മണിയായല്ലോ. ഇവിടെ 2 മണിയായി. എനിക്ക് ഉറങ്ങണം വേണം. സോറി 12 മണിക്കല്ലോ പ്രേതം പറഞ്ഞത്. 1 മണിക്കൊക്കെ പ്രേതം പോകത്തില്ലേ? ആണോ ഞാൻ ചുമ്മാ പറ്റിച്ച് നടന്ന് പോവാണോ? ആ ശരി എനിക്ക് അറിയാലോ നീ പറ്റിച്ചതാണിത്. ഈ കാർ പോയല്ലോ. ഇനി എന്ത് ചെയ്യും? ഒരു ബൈക്കിനെ വിളിച്ചു പോവാം. അല്ലാതെ പിന്നെന്താ വരി? എന്നാ ഈ ബൈക്ക് വിളിച്ചു പോവാം. അല്ലാതെ പിന്നെ വരിയില്ല. ആ ബൈക്കിൽ കയറിക്കോടാ. ഓ കയറി ഞാൻ. ആണോ കയറി എന്നാ വേണം നമുക്ക് പോവാം. ഇതായി പോവാം ഗൈസ്. ഓക്കെ എന്നാലും പറ്റിച്ചതാണ് ഇവൾ. പറ്റിച്ചതായിരിക്കും. അല്ലാതെ പിന്നെന്താ വരി? ഓക്കെ അല്ല ഞാൻ നേരത്തെ രാവിലെ പോയപ്പോൾ കറണ്ട് പോയില്ലാണോ ആ വീട്ടിൽ പോയപ്പോൾ? അപ്പോൾ ആ വീട്ടിൽ പ്രേതം ഉണ്ടെന്നല്ലേ അർത്ഥം. പിന്നെ ഒരു 12 മണി കഴിഞ്ഞ് 1 മണിയാകുമ്പോഴത്തേക്കൊക്കെ പ്രേതം പോകത്തില്ലേ? ഇന്നത്തെ വീട്ടിൽ 2 മണിക്കൊന്നും വരത്തില്ലല്ലോ. 12 മണിക്ക് മാത്രമേ പ്രേതം വരത്തുള്ളൂ. പിന്നെ 1 മണിക്കൊക്കെ പ്രേതം പോകത്തില്ലേ? ഓ അപ്പം എനിക്ക് അതിനെ കിട്ടി. ഉണ്ടോ ഇടയോ? ഉണ്ടോ ഇല്ലടോ? ഓക്കെ ബൈക്ക് ഓട്ടത്തെ. ഓക്കെ ഇറങ്ങിയല്ലോ. ഉറങ്ങി. എന്താ ചെയ്യാൻ ഉറങ്ങാൻ. അയ്യോ ഓക്കെ ഓക്കെ അതെയാണ്. ഓക്കെ അയ്യോ ഓ എടാ ഞാൻ ചെയ്തല്ല സത്യം. ഞാൻ തന്നെ വീണതാ. അതെ അതെ ഞാനും തന്നെ വീണടാ നേരത്തെ. അപ്പോൾ ഈ വീട്ടിൽ പ്രേതമുണ്ട് ഇനി? അറിയില്ലടാ. 12 മണിയാകുമ്പോഴല്ലേ പ്രേതം വരുന്നത് അല്ലേ? എന്തായാലും കിടന്നു ഉറങ്ങാം. അയ്യോ ഞാൻ എണീറ്റു. എടാ എണീക്കണോ? അയ്യോ അയ്യോ ഞാൻ എണീറ്റോ. വാടാ താഴോട്ട് പോവാ. ചിലപ്പോൾ പ്രേതം ഉണ്ടായിക്കോളൂ ആ വീട്ടിൽ. ഈ സത്യം പറയുന്നത് ഞാൻ കണ്ണുറങ്ങപ്പോഴേ അവിടെയാണ്. എടാ എനിക്ക് കിട്ടിയതാ ഇത്. അങ്ങനെയാണെന്ന് ഈ അച്ഛന് കൂടെ കിട്ടിയ 12 മണിക്കല്ലേ പ്രേതം വരുന്നത്? അപ്പോൾ 1 മണിയാകുമ്പോൾ പ്രേതം പിന്നെ പോട്ടില്ല. 12 മണിക്ക് മാത്രമേ ഉള്ളല്ലോ പ്രേതങ്ങൾ. അപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോൾ പോട്ടില്ലേ? അപ്പോൾ സത്യത്തിൽ 12 മണി കൈകത്താണോ നീ എന്നോട് വിളിച്ചത്? അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിക്കോളേ നീ. ചിലപ്പോൾ അങ്ങനെ ആയിക്കോളേ. ഇന്ന് നമുക്ക് രാത്രി തുറക്കട്ടെ. ഞാൻ വീട്ടിലോട്ടോട്ട് പോയി നോക്കാം. ഓക്കെ ഇനി നമുക്ക് ഇന്ന് രാത്രിത്തെ ആ വീട് വരെ പോയിട്ട് വരാം കേട്ടോടാ. ഓ ശരി ഓക്കെ രാത്രിയാകത്തെ. എടാ രാത്രിയായടാ. ഇതാ പറ്റിയ സമയം. വാടാ വണ്ടി കയറാടാ. ഓക്കെ ആ വീട് വരെ പോയിട്ട് ഇപ്പം രാത്രിയായി. നീ പുറകെ കൊടുത്തോ? വണ്ടി കയറാം. ആ വണ്ടി കയറുകയാണ് ആണോ? എന്നാ വാടാ നമുക്ക് എന്നാൽ ആ വീട്ടിൽ പോയി നോക്കി ഇപ്പം പ്രേതം ഉണ്ടോന്ന്. ഇപ്പം ഏകദേശം
ഒരു 8 മണി ആയിട്ടുള്ളൂ. നമുക്കിപ്പോൾ പോകണ സേഫാണ്. 8 മണി ആയിട്ടേ ഉള്ളൂ. 9 മണി, 10 മണി, 11 മണി 3 ടൈമൊക്കെയാണ്. ഇനി 12 മണിയാകുമ്പോഴാണ് പ്രേരം വരുന്നത്. അപ്പം ആ സമയത്ത് പ്രേരത്തിൻ്റെ കാര്യം നോക്കാം. ഒരു എന്നാ വേടാ, അതേ നോക്കാൻ അതൊന്ന് നോക്കണ്ട. പിന്നെ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കാൻ മറന്നുപോയി. ഓക്കെ, ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കാർ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഇവിടെ ഇറങ്ങിയോ? ഇറങ്ങി. ഓക്കെ ഓക്കെ, ഈ കാറേനൊക്കെ അല്ല, ഈ വീട്ടിലൊന്ന് കയറി നോക്കാം. ഓക്കെ, 12 മണിയാകത്ത്. അയ്യോ, സമയം നോക്കട്ടെ. അയ്യോടോ, 12 മണി ആവാറായി. 11:58 ആയി. ഇപ്പം നമുക്ക് ഇപ്പം 59 ആയി. ഓടൂ, ഇപ്പം ടൈം ആവുമായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും പറഞ്ഞിരിക്കാം. അയ്യോ, ഇനി നോക്കാം. നോക്കട്ടെ. അയ്യോടാ, 12 മണിയായി. 12:01. ഓടൂ, ഇപ്പോൾ എനിക്ക് പേടി വന്നു കേട്ടോ. പേടിക്കാൻ തരാം മോനെ. ഓക്കെ, നമുക്ക് നോക്കാം ഈ വീട്. ഓക്കെ, ഈ വീട് കണ്ടിട്ടൊരു പ്രത്യേകത വരുന്നില്ലല്ലോ. പിന്നെ ഇവിടുന്ന് ഒരു പ്രേതം കൂട്ടം ഉണ്ടെന്ന് പറഞ്ഞേ. എവിടുത്തെ സൗണ്ടൊക്കെ? എടാ, നീ ഉണ്ടാക്കുന്നതാണോടാ? എല്ലാം നീക്ക് സൗണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പോലും അറിയത്തില്ല. ഒരു പുറകെ കുറച്ചുണ്ട്, എനിക്കറിയാൻ അറിയത്തില്ലല്ലോ. പിന്നെ എവിടുത്തെ സൗണ്ട് കേട്ടെ? വീട് സൗണ്ട് വെക്കണം. എടാ, ചിലപ്പോൾ പ്രേരം വായിക്കും. ഇനി അയ്യോ അവിടെ പോവാണ്. എടാ, എൻ്റെ കൂടെ വന്നിരുന്നോളോ, കുഴപ്പമില്ല. വേണമെങ്കിൽ ഈ കസേര ഇരുന്നോ, ഞാൻ നോക്കിക്കോളാം. ശരി. ഇതോടെ സൗണ്ട് കേൾക്കണേ. മേളിൽ നിന്നാണ് ഇനി നോക്കാം. ഓക്കെ, ചിലപ്പോൾ ഇപ്പോൾ പ്രേരം മണ്ണ് കാണുമായിരിക്കും. ഓക്കെ, അവിടെ ഫാൻ ഓണായി കിടക്കുകയാണല്ലോ. അപ്പം ചിലപ്പോൾ പ്രേരമായിരിക്കും. ഫാൻ ഓണായി കിടപ്പുണ്ട്. ഓക്കെ, ഇവിടെ നോക്കാം. അയ്യോ, ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ നല്ലല്ലോ, സൗണ്ട് നിന്നല്ലോ. അവിടെ വീണ്ടും സൗണ്ട് വെക്കുന്നു. എൻ്റെ മേലെല്ലായിട്ട് പോലെയാണ് എനിക്ക് കേൾക്കുന്നത്. അപ്പം ചിലപ്പോൾ എൻ്റെ ടെറസിൻ്റെ അവിടെ ആയിട്ടായിരിക്കും. ഇനി ഇവിടെയും ഇല്ല. നമുക്ക് എൻ്റെ ടെറസിൽ കയറി നോക്കാം. ടെറസിൽ കയറാൻ അതൊന്നും പറ്റൂല്ലല്ലോ. എടാ എടാ ഡാ ചേട്ടാ, ഡാ ഡാ ഡാ, ഇവിടെ എവിടെ പോയി? ഇവിടെ ഇമ്പിൾസാണ് പലായി പോയോ? ഡാ, ഈ കസേരയിലൊന്നും ഇല്ലല്ലോ. ഇവിടെ ഈ കസേരയിൽ ഇരുത്തിയിട്ടല്ലേ ഞാൻ പോയത്. പിന്നെ അവരവിടെ പോയി. താട്ടെ, ഇവിടെ ബൈക്കും കിടപ്പുണ്ട്, കാറും കിടപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ അവിടെ പോയി. എടാ, ഇരുത്തട്ട് അവിടെ വിളിച്ചു നോക്കാം. ഓക്കെ, എന്നെ വിളിച്ചു നോക്കാം. ടോക്കിൽ വിളിക്കുന്ന വ്യക്തി ഇപ്പം തിരക്കിലാണ്. വീടായി അല്പം ശേഷം വീട് വിളിക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ക്യാ ഹേ, ബൈ ബൈ. അവിടുത്തെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കിടക്കുവാണെന്ന്. ആദ്യം പറഞ്ഞ ബിസിയാണ്, പിന്നെ പറഞ്ഞ സ്വിച്ച് ഓഫ് ആയി കിടക്കുവാണ്. അവിടെ ഇവിടെ പോയി. ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഓക്കെ ഓക്കെ, ഒന്നുകൂടി വിളിച്ചു നോക്കാം. വിളിക്കട്ടെ. ടോങ്കൽ വിളിക്കുന്ന പറ്റി ഇപ്പം സ്വിച്ച് ഓഫാണ്. ദയവായി അല്പശേഷം വീണ്ടും വിളിക്കും. ഇത് സ്വിച്ച് ഓഫ് ആണെന്നാണെന്നാ പറയണേ. എന്നാൽ വീണ്ടും വിളിച്ചു നോക്കാം. ഓക്കെ, അതിനെ വിളിച്ചു നോക്കാം വീണ്ടും. ടോങ്കൽ വിളിക്കുന്ന പറ്റി ഇപ്പം സ്വിച്ച് ഓഫാണ്. ദയവായി ഇത് സ്വിച്ച് ഓഫ് ആണെന്നല്ല പറയണേ. എന്നാൽ വീണ്ടും വിളിച്ചു നോക്കാം. ഓക്കെ, വീണ്ടും വിളിച്ചു നോക്കാം.
വിളിക്കട്ടെ. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പം സ്വിച്ച് ഓഫ് ആണ്. ഓ, താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പം സ്വിച്ച് ഓഫ് ആണ്. ചിലപ്പോൾ പ്രേതമാണോ കള്ളനാണോ തട്ടിക്കൊണ്ട് പോയതാണോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. എടാ 12 മണിക്ക് അറിയാതായി. ചിലപ്പോൾ പ്രേതമായിരിക്കും ഇനി അത്. ഓക്കെ, ഇനി ചിലപ്പോൾ പ്രേതമായിരിക്കും അവനെ കൊണ്ടുപോയി. ഇനി എനിക്ക് ടെൻഷൻ അടിക്കുന്നു. എൻ്റെ അയ്യോ പേടിയാതെ. പല്ലുവേനൊക്കെ എടുക്കാൻ തുടങ്ങി പേടിച്ച്. അയ്യോ എന്നേരം അവിടെ പോയി. താങ്കൾ വിളിക്കുന്ന വെട്ടി ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് ഞാൻ പറയുന്നത്. നമുക്കേ അവൻ ഇവിടെ ഒന്ന് തപ്പി നോക്കാം. ഇപ്പം പ്രേതം അവൻ പറഞ്ഞ സത്യമാണ്. ഇവിടെ എങ്ങാണ്ടോ പ്രേതമുണ്ട്. അതുപോലെ അവനെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് കെട്ടിയിട്ട് കാണുമായിരിക്കും. നോക്കാം, പ്രേതം ആ ഫ്രണ്ട് കെട്ടിയിട്ട് കാണുമായിരിക്കും. നോക്കാം എന്തായാലും. ഓക്കെ നോക്ക്. ചുറ്റും നോക്കി, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഒന്നുകൂടി നോക്കി. ഇവിടെ സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചോണ്ട് വന്നതാക്കി ചിലപ്പോൾ കാണാത്തത്. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല. സത്യം തന്നെ. സൈഡിലൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊന്നും കാണുന്നില്ലല്ലോ. നോക്കാം. അയ്യോ എന്തായാലും ഇവിടെ ഒക്കെ ഇട്ട് നോക്കാം. അയ്യോ രാവിലെ ആയോ? എൻ്റെ ഈശ്വര, ഇത് രാവിലെ ആയോ? അയ്യോ ഇവിടെ വണ്ടിയൊക്കെ കിടപ്പുണ്ടല്ലോ. അല്ലടാ, നേരത്തെ 12 മണിയല്ലാണോ? 12 മണി കഴിയാതായില്ലല്ലോ ഉച്ചേ. അതിൻ്റെ മുമ്പേ ഞാൻ ഇവിടെ ചുട്ടിക്കറന്നില്ലാണ്. ഉറങ്ങാൻ പോയപ്പോൾ കുഴപ്പമില്ല. 2 പോയപ്പോൾ എന്ത് പറ്റിയിപ്പോൾ? ഇപ്പം എന്ത് പറ്റി? ഇവിടെ വിളികൾ അവിടെ ഉണ്ടായിരിക്കും ഇനി. അയ്യോ പ്രേതം തട്ടിക്കൊണ്ട് പോയതാണ് ഇനി. ഈ വീട്ടിൽ നോക്കാം. അവൻ്റെ വീട്ടിൽ നോക്കിയാലോ ഇനി. അവൻ്റെ വീട്ടിൽ പോയി നോക്കാം ഇനി. അവൻ്റെ വീട്ടിൽ കാണുമായിരിക്കും ഇനി.